കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ആർ.ടി ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയെന്ന പരാതിയുമായി അപേക്ഷകർ. രാവിലെ മുതൽ വൈകിട്ട് വരെ അപേക്ഷകൾ സ്വീകരിച്ചിരുന്ന ആർ.ടി ഓഫീസുകളിലെ സമയമാറ്റം തിരിച്ചടിയായെന്നാണ് പരാതി. ഉച്ചയ്ക്ക് ശേഷം അപേക്ഷ സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സംസ്ഥാനത്തെ ആർ.ടി.സി ഓഫീസുകളുടെ സമയം പുനഃക്രമീകരിച്ചത്. മുൻപ് രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയായിരുന്നു അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം. ഇത് ഉച്ചയ്ക്ക് 1:15 വരെയാക്കിയാണ് പുനഃക്രമീകരിച്ചത്. ദിവസേന 100 കണക്കിന് അപേക്ഷകൾ എത്തുന്ന കോഴിക്കോട് ആർ.ടി.സി ഓഫീസിൽ ഈ സമയമാറ്റം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. രാവിലെ മുതൽ കാത്തുനിന്നിട്ടും നിരവധി പേരെയാണ് അപേക്ഷ പോലും സ്വീകരിക്കാതെ ജീവനക്കാർ മടക്കി അയക്കുന്നത്. സർക്കാർ പരിപാടിയിൽ ഗണേഷ് കുമാർ വന്ന സമയത്ത് സംഘടന എന്ന രീതിയിലേക്ക് പോയി ഗണേഷ് കുമാറിനോട് ഈ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ വളരെ വിശദീകരിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള മുഖവിലയ്ക്ക് കൊടുക്കേണ്ടായില്ല. ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പരാതികളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയുണ്ടായി. ഇത് യാതൊരു നടപ്പിലാണ്. ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. ഓലെന്ത് പറഞ്ഞത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വാങ്ങിയില്ല എന്നുള്ള ഒരു ധിക്കാരപരമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ അപേക്ഷ ഒരു വാങ്ങി. അപ്പോൾ എത്ര പെട്ടെന്ന് ഈ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആർ.ടി.ഒസും പ്രവർത്തിക്കണം എന്നൊരു പൊതുപ്രവർത്തനം എന്ന എനിക്ക് പറയാനുള്ളത്. വിഷയത്തിൽ നിരവധി തവണ മന്ത്രിയെ കണ്ട് പരാതി നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് കൺസ്യൂമർ ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് പറയുന്നു. ജനങ്ങളെ സൗകര്യാർത്ഥം വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെ എന്ന് പറഞ്ഞിട്ട് വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ കാണാം, അങ്ങോട്ട് പ്രവേശിക്കുന്ന ഏരിയ അടച്ചിട്ടിട്ടാണ്. ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ജനങ്ങൾക്ക് കാണാനുള്ള ഫ്രണ്ടിലെ ഡോറും അടച്ചിട്ട സ്ഥിതിയിലുള്ളത്. അവരുടെ മേശപ്പുറത്ത് എത്തിയ ഫയലുകൾ പോലും അവർ പരിഗണിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ജീവനക്കാരില്ലാത്തതും ഓഫീസിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതും അപേക്ഷകരുടെ ബുദ്ധിമുട്ട് ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതോടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.